നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ നിയമവും പൊതുതാൽപര്യവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ 49% ഓഹരി സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ MSC ഗ്രൂപ്പിന് കൈമാറാനുള്ള അദാനി പോർട്സിൻ്റെ നീക്കം കേരളത്തിൽ ശക്തമായ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരമൊരു നിർണായക ഇടപാട് പ്രഖ്യാപിച്ചത് വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന നടപടിയാണെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. വിഴിഞ്ഞം ഒരു സ്വകാര്യ കമ്പനിയുടെ സ്വത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ നികുതിപ്പണവും പൊതുനിക്ഷേപവും ദേശീയ പ്രാധാന്യവുമൊക്കെയുള്ള തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. ആദ്യഘട്ട വികസനത്തിനായി സംസ്ഥാനം ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച സാഹചര്യത്തിൽ ഉടമസ്ഥാവകാശ ഘടനയിൽ വലിയ മാറ്റം വരുത്തുന്ന തീരുമാനം സർക്കാരിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ മുന്നോട്ടു പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. കരാർ പ്രകാരം 25% അതിലധികമോ ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്നാണ് സർക്കാർ കൃത്യമായും വ്യാഖ്യാനിക്കുന്നത്. ദേശീയ സുരക്ഷയും പൊതു താൽപ്പര്യവും വിലയിരുത്തിയ ശേഷമേ അന്തിമ തീരുമാനം എടുക്കാനാകൂ എന്ന വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ ആദ്യം ഓഹരി ഇടപാട് പ്രഖ്യാപിക്കുകയും പിന്നീട് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തത് സ്വാഭാവികമായും ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നാണ് ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. ഇതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയെ നിയോഗിക്കുകയും അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം തേടുകയും ചെയ്ത നടപടി സർക്കാർ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. മറുവശത്ത് പ്രതിപക്ഷമായ CPM ഉൾപ്പെടെ സർക്കാരിൻ്റെ അനുമതി നിർബന്ധമാണെന്ന നിലപാട് സ്വീകരിച്ചതും കരാർ വ്യവസ്ഥകൾ പാലിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടതും വിഷയത്തിൻ്റെ ഗൗരവം കൂടുതൽ വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSC പങ്കാളിയാകുന്നതിലൂടെ ചരക്ക് ഗതാഗതം കുത്തകവൽക്കരിക്കപ്പെടുമെന്നും ചില ഷിപ്മെൻറ്റുകൾക്ക് നിയന്ത്രണം വരുമെന്നുമുള്ള ആശങ്കയാണ് വിമർശകർ ഉന്നയിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ പോർട്സ് പോളിസിയിൽ കോമൺ യൂസർ ചട്ടമുണ്ടെന്നും അത്തരമൊരു ആശങ്ക ആവശ്യമില്ലെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എങ്കിലും നിയമപരവും സാമ്പത്തികവും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും പരിശോധിക്കാതെ അനുമതി നൽകില്ലെന്ന സർക്കാരിൻ്റെ നിലപാട് പൊതു താൽപ്പര്യത്തെ മുൻനിർത്തിയുള്ള ഉത്തരവാദിത്തപരമായ സമീപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. വികസനത്തെ സർക്കാർ എതിർക്കുന്നില്ല. എന്നാൽ വികസനത്തിൻ്റെ പേരിൽ കരാർ വ്യവസ്ഥകളെയും സംസ്ഥാനത്തിൻ്റെ നിയമപരമായ അവകാശങ്ങളെയും മറികടക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത്. വിഴിഞ്ഞം കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ്. അതിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ഒരു കോർപ്പറേറ്റ് ബോർഡ് റൂമിലല്ല, നിയമത്തിൻ്റെയും പൊതു താൽപ്പര്യത്തിൻ്റെയും ചട്ടക്കൂടിനുള്ളിലായിരിക്കണമെന്ന സർക്കാർ നിലപാടാണ് ഈ വിവാദത്തിൻ്റെ കേന്ദ്രബിന്ദു.